കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഒരു പ്രത്യേക വചനം ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത് ദീർഘനാളുകളായ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു വചനമാണ്. ഞാനത് സത്യത്തിൽ വളരെ ഭയപ്പെടുന്ന ഒരു വചനമാണ്. കാരണം അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം അത്ര വലുതാണ്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ വാക്യം നമുക്ക് കാണാൻ കഴിയും. 3:17 അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വളരെ ഗാംഭീര്യമായ ഒരു വചനഭാഗമാണ് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. സ്തോത്രം, 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 സ്തോത്രം. വളരെ അർത്ഥസമ്പുഷ്ടവും അതുപോലെ തന്നെ ഗൗരവത്തോടെ പഠിക്കേണ്ടതുമായ ഒരു വചനഭാഗമാണ്. ഹല്ലേലൂയ. ഇത് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു വചനമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയും. സ്തോത്രം. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. സ്തോത്രം. ഈ ലോകത്തെ ന്യായം വിധിക്കും എന്നാണ് വീശുമുറത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന നെൽമണികൾ അത് ചവിട്ടി മെതിച്ച് ആ കതിരിൽ നിന്ന് വേർതിരിച്ച് അതിൻ്റെ പതിരും നിറമണികളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. നാട്ടിൻപുറത്തൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. ഇവിടെയൊന്നും നമുക്കറിയത്തില്ല. ടൗണിൽ ജനിച്ചു വളർന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഞാൻ നാട്ടിൻപുറത്ത് വളർന്ന ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വയലും നെല്ല് വിതയ്ക്കുന്നതും വിതയ്ക്കാനായിട്ട് നിലം അടിച്ചൊതുക്കുന്നതും കൊയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നിലം പിന്നൊരു കൃഷിക്ക് വേണ്ടി അടിച്ചൊതുക്കി അതിൻ്റെ കളയെല്ലാം പറിച്ച് കളഞ്ഞ് അതിനെ ശുദ്ധീകരിച്ചെടുത്ത് ആ വയലിനെ ഉഴുതുമറിച്ച് വെള്ളം കയറ്റി അതിലെ കളകളെല്ലാം പറക്കി കളയുന്ന ഒരവസ്ഥ. ഈ വിഷയത്തോടനുബന്ധിച്ചൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അതൊന്ന് ചെറിയൊരു വിശദീകരണം തന്നിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. നിലമുഴുകുന്ന ഒരു കർഷകൻ കാളയെ കൊണ്ടാണ് നില ഒഴിയിക്കുന്നതാണ്. പണ്ടത്തെ രീതി അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ ട്രാക്ടറും ഒത്തിരി മിഷനറികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത്, പുരാതന കാലത്ത് അങ്ങനെ കാളയെ കൊണ്ടാണ് ഉഴുതുകൊണ്ടിരുന്നത്. സ്തോത്രം. ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരല്പം അറിവുണ്ടെന്ന് നിങ്ങൾ ഗ്രഹിച്ചോളൂ. സ്തോത്രം. നിലമൊഴുകുന്ന കർഷകൻ ആ കാളയെ പൂട്ടി നിലമിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് നില കറക്റ്റായിട്ട് വരി വരിയായിട്ട് ഇങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കും. നിലം കൃഷിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. ഒരു കൃഷി അതിൻ്റെ വിളവെടുത്തതിന് ശേഷം അടുത്ത കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കുന്ന ഒരു വിഷയം നമ്മൾ ഭാവനയിൽ ഒന്ന് കണ്ടാൽ മതി.
ഈ വെള്ളം ഏകദേശമൊക്കെ വറ്റി ഒരു നല്ലൊരു പരുവത്തിൽ കിടക്കുകയായി. ഉഴുത് മറിക്കാൻ പറ്റിയൊരു പരുവം, ശകലം നനവുണ്ടെന്ന് വെച്ചോ. അങ്ങനെ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉഴുന്ന വ്യക്തി കറക്റ്റായിട്ടിങ്ങനെ കാള ഇങ്ങനെ പോകുമ്പോൾ കലപ്പ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് നേരെ ഉഴുത് മറിച്ച് പിന്നെ ഈ കാള തിരിച്ചു കൊണ്ടുവന്ന് ആ ഉഴുത് മറിച്ചതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കലപ്പ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഉഴുത് അങ്ങനെ പോകുന്നൊരവസ്ഥ കണ്ടിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ്. ഓർമ്മ ശരിയെങ്കിൽ 10-15 വയസ്സിലുള്ള സമയത്തുള്ള, അതുകൊണ്ട് വ്യക്തമല്ല, എങ്കിലും അത് ഊഹിച്ചെടുത്ത് ഓർമ്മിച്ചെടുത്ത് ഞാൻ പറയുക. അങ്ങനെ നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ താൻ ചെയ്യുന്ന ദൗത്യത്തിൽ നിന്ന് അശ്രദ്ധാലുവായാൽ, പുറകോട്ട് നോക്കിയാൽ, ഇപ്പം ഇങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപശബ്ദം ആരെങ്കിലും വിളിച്ചാൽ തന്നെ പുറകോട്ടൊന്നും നോക്കത്തില്ല. കാരണം നല്ലൊരു കർഷകനാണെങ്കിൽ അത് നോക്കാൻ പറ്റത്തില്ല. കാരണം ഈ കലപ്പ തെന്നിപ്പോകാൻ പാടില്ല. തെന്നിപ്പിക്കഴിഞ്ഞാൽ നിലം ഉഴാതെ വരും, അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ കലപ്പ വെച്ച് അത് കൃത്യമായിട്ട് ഇങ്ങനെ ഉഴുത് ഇങ്ങനെ പോകുന്ന സമയത്ത് പുറകോട്ട് നോക്കുന്നവൻ ആ ചെയ്യുന്ന ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് നോക്കി അശ്രദ്ധമായി ചെയ്യുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. ചെയ്യുന്ന ശുശ്രൂഷ ദൈവവചന വ്യവസ്ഥപ്രകാരം ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളകുന്ന സ്നേഹത്താൽ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ആത്മാക്കളെ ദൈവരാജ്യത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കേണ്ടതിന്, തന്നാൽ നടത്തപ്പെടുന്ന വിശ്വാസികളെ അവരുടെ ഭൗതികം വാങ്ങി ഭക്ഷിക്കുകയോ അവരുടെ നന്മ വാങ്ങി അനുഭവിക്കുകയോ മാത്രം ചെയ്യാതെ അവരെ നിത്യതയിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വത്തോടെ ഒരു വ്യക്തി വേല ചെയ്യണമെന്നാണ് അതിൽ നിന്ന് ധ്വനിക്കുന്ന ധ്വനി. സ്തോത്രം. അവൻ പുറകോട്ട് നോക്കിയാൽ അവൻ്റെ ശ്രദ്ധ കർത്തൃവേലയിൽ നിന്ന് ലോകത്തിലേക്ക് പതിയുകയോ മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന നിലം കലപ്പ തെന്നിക്കേറിപ്പോ, കാളയല്ലേ കൊണ്ടുപോകുന്നത്. കാള ഇങ്ങനെ ഈ കലപ്പയെ വലിച്ചുകൊണ്ട് പോവില്ല. അപ്പോൾ ഈ കലപ്പ നേരെ പിടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ കൃഷിക്കാരനുണ്ട്, ഈ ഉഴുതു മറിക്കുന്ന വ്യക്തിക്കുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കാൻ ശ്രമിക്കുക. എൻ്റെ വചനമല്ല പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വിഷയം എന്ന വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രസംഗത്താൽ അത്രേ. ഒരുത്തൻ വചനം സംസാരിക്കും ദൈവത്തിൻ്റെ അള്ളപ്പാട് സംസാരിക്കുന്ന പോലെ. എന്നിപ്പോൾ വചനപ്രഘോഷണമൊക്കെ വചനമല്ല വല്ലതൊക്കെയാണ് വിളിച്ച് പറയുന്നത്. വചനമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. കടം മാറ്റുന്നതും കഷ്ടത മാറ്റുന്നതും ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ജനത്തെ ഇട്ട് ഇമോഷനാക്കി പാര വെച്ച് കുത്തി ഇളക്കി അവരുടെ ഭൗതികം കൊയ്തെടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ശ്രദ്ധയുള്ളവരായി ആ ശുശ്രൂഷ ചെയ്തെടുക്കുക. നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നതിനെ രക്ഷിക്കും. പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം പ്രസംഗിക്കുന്നവൻ അവനെ സൂക്ഷിക്കണം, ആ ഉപദേശത്തെ സൂക്ഷിക്കണം, ആ ഉപദേശത്തിൽ നിലനിൽക്കണം. ഇനിയിപ്പോൾ ഉപദേശം പ്രസംഗിക്കലൊന്നും ഇല്ല. കഷ്ടത മാറ്റലും കടം മാറ്റലും ഭൗതികം. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ചേർന്ന് ദൈവസഭയെ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുന്ന ദുരന്തമായ ഒരു അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ഈ കർഷകൻ എന്ത് ചെയ്യുന്നു? ഒരു വശം ഒരു നിര ഉഴുതു കഴിഞ്ഞ് രണ്ടാമത്തെ നിര, മൂന്നാമത്തെ നിര, അഞ്ചാമത്തെ നിര അത് കൃത്യമായിട്ട് ഉഴുതു മറിച്ച് കഴിഞ്ഞാലേ ആ നിലത്തിലെ മണ്ണെല്ലാം ഇളകി അതിൽ മുമ്പ് കൃഷി ചെയ്തിരുന്നതിൻ്റെ കുറ്റികളും അതും ഇതും അശുദ്ധികളൊക്കെ ഉണ്ടാവും. അതെല്ലാം വെള്ളം കയറ്റി ഒതുക്കി നല്ല ക്ലിയറാക്കി ആ കളകളെല്ലാം എടുത്ത് കളഞ്ഞ് ഭംഗിയായി കൃഷി ചെയ്യുന്നൊരവസ്ഥ. ഇവിടെ പറയുന്നത് കൃഷി ചെയ്ത് കൊണ്ടുവന്ന്, ഞാൻ വിഷയത്തിൽ നിന്ന് ഞാൻ വേറൊരു തിരിവിലേക്ക് വരിക. കൃഷി ചെയ്ത് നെല്ല് കൊണ്ടുവന്ന് മെതിച്ച്
അതിനെ പതിരും നിറമണിയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ഒത്തിരി പതിര് കാണുകയില്ലേ? ഈ പതിരും നിറമണിയും കൂടി ഒരുമിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേർതിരിച്ചെടുക്കണം. അതിന് വീശുമുറം വേണം. ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും അന്നില്ല. അന്നുണ്ടായിരുന്ന എന്തുണ്ടായിരുന്നത്? വീശുമുറം. ഒരാൾ പൊക്കത്തിൽ നിന്നുള്ള കല്ലുകൾ വെച്ച് പൊക്കത്തിൽ നിന്നിട്ട് ഒരു മുറം നെല്ലുമായിട്ട് കയറി പോയി ആ മോളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഈ നെല്ലിങ്ങനെ ചൊരിഞ്ഞിടുന്ന സമയത്ത് അവരൻ ഒരു വലിയ വീശുമുറവുമായിട്ട് ഇങ്ങനെ വീശാൻ നേരത്ത് എന്ത് പറ്റും? നിറമണികൾ നേരെ താഴെയോ അല്ലെങ്കിൽ അരയടി ഒരടി മാറിയോ നിറമണികൾ വീഴും. പതിരെന്ത് ചെയ്യും? ദൂരെ മാറി വീഴും. ഈ കാറ്റ് കൊള്ളുമ്പോൾ, ശക്തമായ കാറ്റ് ഇങ്ങനെ കൊണ്ടുകഴിയുമ്പോൾ പതിരെല്ലാം പറന്നു പോകും. നിറമണികൾ മാത്രം നേരെ തൂക്കിൽ വന്ന് വീണ് അതിനെ എടുത്ത് പിന്നെ കൊണ്ടുപോയി അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന അനുഭവം. അപ്പൊ ഇവിടെ ഈ ലോകമാകുന്ന വയലിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനം, ലോകമാകുന്ന വയലെന്ന് പറയുമ്പോൾ മനുഷ്യ ഹൃദയമാകുന്ന വയലുകൾ, മനുഷ്യന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം. വിത്ത് വിതയ്ക്കുന്ന ഉപമയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഹൃദയമാകുന്ന വയലിൽ ദൈവപുത്രൻ വന്ന് വിത്ത് വിതച്ചു. പലസ്തീൻ നാട്ടിലാണ് ആദ്യത്തെ വിത നടന്നത്. ആ വിതച്ച വിത്തുകൾ ആ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കിടന്ന് മുളച്ച്, നമുക്കറിയാം ഭാവിയിൽ അവരെ കർത്താവിൻ്റെ വിലപ്പെട്ട അപ്പോസ്തലന്മാരായി ലോകം മുഴുവൻ പോയി പ്രസംഗിച്ച് ഈ ക്രൈസ്തവ മാർഗം രൂപപ്പെടുത്തിയെടുത്ത ചരിത്രം നമുക്ക് ചരിത്രരേഖകളിൽ നിന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊക്കെ പഠിക്കാൻ കഴിയുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ നിറമണികളെയും പതിരിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അനുഭവം. നിറമണികളെ എന്ത് ചെയ്യുന്നു? കളപ്പുരയിലേക്ക് ചേർക്കുന്നു. യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവപൈതൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന നിറമണിക്ക് തുല്യമായ കാതലായ ക്രിസ്തു ജീവിതം നയിക്കുന്ന ഒരു ദൈവപൈതലിനെ കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യും? ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും, പണ്ഡികശാലയിലേക്ക് ചേർക്കപ്പെടും. പതിരിനെ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വ്യാജഭാവേനെ ജീവിക്കുന്ന ക്രൈസ്തവരെന്ന് പറയുന്ന സമൂഹത്തെ വീണ്ടും ജനനം പ്രാപിക്കാതെ, അല്ലെങ്കിൽ ഈ പഥ്യവചനം പഥ്യോപദേശം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ച് അവർക്ക് പാപബോധം വരുത്തി ആ പാപത്തിൽ നിന്ന് അവരെ വചനം പ്രസംഗിച്ച് അടർത്തിയെടുത്ത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കൊടുത്ത് അവരെ വളർത്തി ക്രിസ്തുവിൻ്റെ സമൃദ്ധയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് അവർ നിറമണികളാകുന്നത്. അല്ലാതെ അവരുടെ കഷ്ടത മാറ്റി, കടം മാറ്റി, ദാരിദ്ര്യം മാറ്റി, അവർക്ക് ജോലി മേടിച്ചു കൊടുത്ത്, വിസ മേടിച്ചു കൊടുത്ത്, അവർക്ക് ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ പ്രസംഗിച്ച് കൂട്ടി പ്രാർത്ഥിച്ച് തലയറിഞ്ഞ് പ്രാർത്ഥിച്ചവരെയൊക്കെ വാങ്ങിക്കൊടുത്ത് അവർ ആ നിലവാരത്തിലേക്ക് ദൈവസഭകളിൽ വന്ന് സ്വത്രം മുമ്പോട്ട് പോകുമ്പോൾ അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അനുഭവം അവർക്ക് ലഭിക്കുന്നില്ല. അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല. അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി വരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം ഭക്തിക്കുത്ത് ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച്, ഇന്നലെയൊക്കെ ഞാൻ പ്രസംഗിച്ച പോലെ ആ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയം എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിശ്വസിക്കുന്നു. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന അനുഭവം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന അനുഭവത്തിലേക്ക് വിശ്വാസിയെ വളർത്തിയെടുക്കുക. എവിടെയുള്ള ഇത്? ഇന്ന് എവിടെയുള്ള ദൈവമക്കളെ? അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ക്രൈസ്തവ കോളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നൊരു പാസ്റ്റർ പ്രസംഗിച്ച് ഞാൻ കേട്ടു, കേരളം വിട്ടുകഴിഞ്ഞാൽ ബാംഗ്ലൂരിലും ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, വിശ്വാസി കുഞ്ഞുങ്ങൾ സൺഡേ സർവീസിനെങ്ങും പോകത്തില്ല. അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക സൺഡേയിൽ.
അവർ സിനിമാ തിയേറ്ററിലും ആകാത്ത വഴികളിലുമൊക്കെ പുറത്തു പറയാൻ പറ്റാത്ത ലജ്ജാകരമായ അവസ്ഥയിലാണ് വിശ്വാസി കുഞ്ഞുങ്ങൾ പോലും പോകുന്നതെന്ന് ആ പാസ്റ്റർ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ച് പിടയ്ക്കാനിടയായി തീർന്നു. ദൈവമേ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നമ്മളും കുഞ്ഞുങ്ങളെ വളർത്തുകയല്ലേ? നമ്മളും കുഞ്ഞുങ്ങളായി വളർന്നു വന്നവരല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ക്രൈസ്തവ കുടുംബങ്ങളിൽ എത്ര പേര് ആരാധനയ്ക്ക് പോകുന്നുണ്ട്? എത്ര പേര് സത്യാരാധനയിൽ പങ്കുകൊള്ളുന്നുണ്ട്? എത്ര പേര് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ട്? എത്ര പേര് രക്ഷാനുഭവവും സ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആത്മഫലങ്ങളും ഫലങ്ങളും നിറഞ്ഞവരായി ക്രിസ്തു ജീവിതം നയിച്ച് അരുമനാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന എത്ര കൂട്ടങ്ങളുണ്ട്, എത്ര വ്യക്തികളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? ഹൃദയത്തിൽ വളരെ നോവോടുകൂടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഭാ ഹാളിൽ TV കൊണ്ടുവന്ന് വെച്ച് കളി കാണുന്ന പാസ്റ്ററും വിശ്വാസികളും എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു? നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് എന്തു പറ്റി? നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ വേർപാട്. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടുവിരെന്ന് പറഞ്ഞു. വേർപെടുക, വേർപെടുക. കർത്താവ് പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറയാണിത്. ഈ തലമുറയിൽ നമ്മൾ വേർതിരിയണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വേർതിരിയണം. അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കരുത്. ഹല്ലേലൂയ. ഇണയില്ലാപ്പട കൂടരുത്. സ്തോത്രം, സ്തോത്രം. വചനത്തിൽ ഒത്തിരി ഭാഗങ്ങളൊക്കെ എടുത്ത് പറയാനുണ്ടെങ്കിലും ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞ് ഈ മെസ്സേജ് തീർക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അപ്പൊ ഇവിടെ വയലിൽ കൃഷി ചെയ്ത കർഷകന്റെ കൃഷി അല്ലെങ്കിൽ ആ നെൽക്കതിരുകളെ ശോധന ചെയ്യുന്ന അല്ലെങ്കിൽ പതിരും നിറമണിയും വേർതിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആരോഗ്യ വിശുദ്ധന്മാർ വിതച്ചത് കൊണ്ട് അനേക വിത്തുകൾ ഫലം കായ്ച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറി. ഒരു 10-40 വർഷം മുമ്പുണ്ടായിരുന്ന സഭകളുടെ നിലവാരങ്ങളൊക്കെ ഞാനെടുത്ത് പഠിക്കുമ്പോൾ എത്ര മനോഹരമാണ്. സാധുക്കളായ വിശ്വാസികൾ, അവരാരും വലിയ ധനാഢ്യന്മാരല്ല. അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാ. അവരെ നടത്തുന്ന പാസ്റ്ററും കൃഷി ചെയ്യുകയും ചെയ്യും. അതുപോലെ അധ്വാനിക്കാനും മനസ്സുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. അവർക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൻ്റെ നന്മകൾ കൊണ്ടുവന്ന് പാസ്റ്ററെ പോഷിപ്പിച്ച് പാസ്റ്ററും ആ ദൈവഗുരുവിൽ നിലനിന്ന് ജീവിക്കുക. പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമോല് പറഞ്ഞ അനേക അനുഭവങ്ങൾ എന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചിട്ടുണ്ട്. പണ്ടുള്ള സഭകളിൽ ഒരു വിശ്വാസിക്ക് രോഗം വന്നാൽ പാസ്റ്റർ അനൗൺസ് ചെയ്യും, നമ്മുടെ ചാക്കോ സഹോദരൻ രോഗാവസ്ഥയിലായിരിക്കുന്നു, ഭവനത്തിൽ വിശ്രമിക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം സഹോദരൻ്റെ വീട്ടിൽ ഉപവാസമുണ്ട്. ആവോളം എല്ലാവരും വന്നു ചേരണം. ദാഹത്തോടെ വിശ്വാസികൾ വരുന്നു. തൻ്റെ കൂട്ടു സഹോദരന് വേണ്ടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൻ എണ്ണപൂശി പ്രാർത്ഥിച്ച ആ വിശ്വാസിക്ക് സൗഖ്യം കൊടുക്കുന്നു. അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു. അത് കണ്ട് അനേകർ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു. രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട് സഭകളിൽ വരുന്നു. ഇന്നോ എന്തെങ്കിലും രോഗം വന്നാൽ ഉടനെ കെട്ടിയെടുത്ത് ആശുപത്രി കൊണ്ടുപോവുക. കാരണം പണമുണ്ട്, സ്വാധീനമുണ്ട്, ആശുപത്രിയുണ്ട്, വാഹനങ്ങളുണ്ട്. അന്ന് ഇതൊന്നുമില്ല. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടുവന്ന് കപ്പയും മീനും മേടിച്ച് നിസ്സാര ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ച് ബലപ്പെട്ട് നല്ല കറതീർന്ന ആത്മീയരായിട്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത്. ഒരു ശരീരത്തിൻ്റെ അവയവത്തിൽ ഒരു പ്രയാസം വന്നാൽ മറ്റ് ശരീരങ്ങൾക്ക് എന്തുണ്ട്? വേദന ഉണ്ടാകും. ഇന്ന് അവസ്ഥകൾ മാറിയില്ലേ? ഇവിടെ നമ്മൾ നിറമണികളായി മാറണം. നിറമണികളായി നമ്മൾ തീരണം. നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ദൈവവചനം കേട്ടനുസരിച്ച് ജീവിച്ച് നല്ല തികഞ്ഞ ആത്മീയ അനുഭവത്തിൽ നമ്മളായിത്തീരണം. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എന്താണ് ആ വാക്യം നമുക്ക് തരുന്ന പഠനം?
കൊലോസ്യർ 1:10 വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വേദഭാഗമാണ്. കൊലോസ്യർ 1:10 പൗലൂസിൻ്റെ ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയിൽ ഊരിത്തിരിയുന്നൊരു വചനമാണത്. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അവിടെ വിത്ത് വിതയ്ക്കുന്ന ഉപമയിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച വിഷയത്തിലും വീശുമുറം എന്നുള്ള വിഷയം നിറമണിയെക്കുറിച്ച് അവിടെ കാണുന്നു. ആ നിറഞ്ഞ മണി അപരൻ കാറ്റ് വീശി അല്ലെങ്കിൽ വീശുമുറം കൊണ്ട് വീശുമ്പോൾ നിറമണി ആണെങ്കിൽ മാത്രമേ അത് പാറിപ്പോകാതിരിക്കത്തുള്ളൂ. പതിരാണെങ്കിൽ പോകും. ഇനി അവിടെ നിർത്തിയിട്ട് ഈ വചനത്തിലേക്ക് നമ്മൾ വരിക. ഇവിടെ പറയുന്ന നിറവെന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആത്മീക നിറവിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അതാണ് ആ നിറവ്. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്ന ഒരു നിറവിൻ്റെ അനുഭവം. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരു അനുഭവം. ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ട ഒരു അനുഭവം. ദൈവകൃപയുടെ നിറവിലേക്ക് വരുന്നൊരു അനുഭവം. ആ അനുഭവത്തിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ സാത്താൻ നമ്മളെ പാറ്റുമ്പോൾ നമ്മൾ പാറിപ്പോകും. പത്രോസിനെ പാറ്റാനായിട്ട് സാത്താൻ ചോദിച്ചു, സമ്മതിച്ചില്ല. ഹല്ലേലൂയ. കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത് വരുന്ന സമയത്ത് സാത്താൻ എന്നവർക്കൊരു വിഷയമല്ല. ആ ലേണിംഗ് പീരീഡിൽ അവർ പഠിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, സാത്താൻ ചോദിച്ചു, ഞാൻ സമ്മതിച്ചില്ല. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും വിവിധ നിലയിലുള്ള പരീക്ഷാ ഘട്ടങ്ങൾ ഒരുപക്ഷെ സാത്താൻ നമുക്കെതിരെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ആ നിറവിൻ്റെ അനുഭവം നമ്മളിൽ ഇല്ലെങ്കിൽ, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നില്ലെങ്കിൽ, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞു വരുന്നില്ലെങ്കിൽ നമ്മൾ പാറിപ്പോവും. ക്രിസ്ത്യ ജീവിതം തകർന്നു പോവും. കാതലായ ആത്മീയ അനുഭവങ്ങളുള്ളവർക്കേ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി കഷ്ടതയുടെ നടുവിലൂടെ തീച്ചുള്ള സമാനമായ പ്രശ്നങ്ങളിലൂടെ മുൻപോട്ട് പോയി ഒരു ആത്മീക തികവ് പ്രാപിക്കുന്ന അവസ്ഥ, ഒരു ആത്മീക തികവിലേക്ക് നടത്തപ്പെടുന്ന ഒരവസ്ഥ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി ഒരു തികഞ്ഞ ആത്മീയ അനുഭവം, ഒരു നിറവിൻ്റെ അനുഭവം. അതാ ഇവിടെ പറയുന്ന നിറവ്. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക, സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരിക, സകല വനത്തിലും പരിജ്ഞാനത്തിലും നിറവ് പ്രാപിക്കുക, വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു നിറവ്, ദൈവകൃപയുടെ ഒരു നിറവ്, കൃപയുടെയും നീതി സ്ഥാനത്തിൻ്റെ ഒരു നിറവ്, പ്രത്യാശയുടെ ഒരു നിറവ്, സന്തോഷ സമൃദ്ധി, സന്തോഷത്തിൻ്റെ ഒരു നിറവ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ദൈവം നമ്മെ ആത്മീയമായി ക്രിസ്തുയേശുവിലൂടെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ഒരാത്മീകമായ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ പിശാച് പാറ്റുമ്പോൾ അല്ലെങ്കിൽ ദുഷ്ടനായ സാത്താൻ കൊണ്ടുവരുന്ന പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും പരീക്ഷകളുടെ നടുവിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, പെന്തക്കോസ്ത് സമൂഹമേ, നമുക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഈ ആത്മീകമായ നിറവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ എന്തോ പറ്റും, പാറ്റുമ്പോൾ പാറിപ്പോകും. അനേകരുടെ ക്രിസ്ത്യ ജീവിതം ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ വന്നാൽ പാറിപ്പോവുകയാണ്, തളർന്നു പോവുകയാണ്, വിശ്വാസം ചോർന്നു പോവുകയാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയാണ്, കർത്താവിലുള്ള സന്തോഷം നഷ്ടപ്പെടുകയാണ്, സമാധാനം നഷ്ടപ്പെടുകയാണ്. അയ്യോ, ഈ പ്രശ്നം എന്നെയും കൊണ്ട് പോകുമല്ലോ എന്ന് ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക, പ്രത്യാശയില്ല. കർത്താവിൻ്റെ ദാസൻ ക്യാപ്റ്റൻ ശംഭുല് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ വല്ലാതെ എന്നെ സ്വാധീനിച്ചു. തൻ്റെ
പ്രവർത്തന മേഖല വടക്കേ ഇന്ത്യയിലാണ്. ശക്തമായി അവിടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രതികൂലങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, സുവിശേഷ വിരോധികൾ വരുന്നു, ഗവൺമെൻറ് അതിനെതിരെ എഴുന്നേൽക്കുന്നു, ചിലരെ ജയിലിലാക്കുന്നു. നേപ്പാളിലൊക്കെ പോയി പ്രവർത്തിച്ച സമയത്ത് നേപ്പാളിലും ചൈനയിലുമൊക്കെ സുവിശേഷ വിരോധികൾ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടയ്ക്കുക. ആ ജയിലിൽ കിടക്കുന്ന സഹോദരന്മാരുടെ ഒരു പ്രസ്താവന താനെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. ആ പ്രസ്താവന അവിടെ സെൻട്രൽ പാസ്റ്ററിനെ വിളിച്ച് പറയുകയാണ്, പാസ്റ്ററെ, ഞങ്ങളിവിടെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾ ഈ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ജയിലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും പത്രോസും പൗലോസും കാരാഗ്രഹത്തിൽ കിടന്ന് സന്തോഷിച്ചതുപോലെ അവരും അവിടെ കിടന്ന് സന്തോഷിക്കുക. കാരാഗ്രഹത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക. കാരാഗ്രഹ പ്രമാണികളായിരുന്നവർ പലരും ഈ വിശ്വാസത്തിന് വേണ്ടി മുൻപോട്ട് വരിക, അവരുടെ വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, ആശ്വാസം നേടുക, സൗഖ്യം നേടുക, സന്തോഷം പ്രാപിക്കുന്നു, സമാധാനം പ്രാപിക്കുന്നു. അവർ ജയിലറുകളിലാണെങ്കിലും ആത്മീയ നിറവ് പ്രാപിച്ച ദൈവമക്കളാണ്. ഇന്നത്തെ വിശ്വാസികളുടെ അവസ്ഥ എന്ത്? ഞങ്ങൾ 8 ലക്ഷം 10 ലക്ഷം ഞങ്ങൾ 10 കോടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലുള്ളവരോടൊക്കെ ഞാൻ ചോദിക്കുക, നമ്മുടെ അവസ്ഥ എന്ത്? നമ്മുടെ വിശ്വാസം എന്ത്? തീത്തോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാണോ നമ്മൾ? നല്ല കരുത്തുറ്റ വിശ്വാസികളാണോ? ഒരായുസ് മുഴുവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ച, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയ വായ കൊണ്ട് ശ്രീരാം വിളിച്ച ഒരു പാസ്റ്ററിനെ നമ്മൾ കണ്ടില്ലേ? അദ്ദേഹത്തിന് കർത്താവിനെ മഹത്വം കൊടുത്തങ്ങ് മരിക്കാൻ പാടില്ലായിരുന്നോ? ഹല്ലേലൂയാ, സ്തോത്രം. ഞാനതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിനെക്കാളും വലിയൊരു വിശ്വാസിയൊന്നുമല്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാനിട വരാതെ, വചനവിരുദ്ധമായ അവസ്ഥയിലേക്ക് പോകാനിട വരാതെ, വിശ്വാസത്തിൽ നിലനിന്ന് മരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവേ. വചനം പ്രസംഗിച്ച് മരിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് മരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവേ എന്ന് ഞാൻ ശാന്തമായിട്ട് പറയാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനിത് പറഞ്ഞു? ഹല്ലേലൂയ. ഞാൻ വലിയ വിശ്വാസവീരനൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എനിക്ക് കർത്താവിനെ തള്ളിപ്പറയാനിട വരരുത്. കർത്താവിനെ സ്തുതിച്ച നാവ് കൊണ്ട്, കർത്താവിനെ എൻ്റെ വചനങ്ങൾ ശക്തിയോടെ പറഞ്ഞ നാവ് കൊണ്ട് അരുതാത്തത് പറയാനും അരുതാത്തത് ചെയ്യുവാനൊന്നും എനിക്കിടവരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദിവസം. ഒരുപക്ഷെ കാലഘട്ടങ്ങൾ മാറി മറിയും. ക്രൈസ്തവ സഭയ്ക്ക് പീഡ വരും. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും ഉണ്ട്, ഓൾറെഡി കേരളക്കരയിലും ഉണ്ട്. അത് ചെറിയ തോതിലാണെന്നേ ഉള്ളൂ. നാളെ അതങ്ങോട്ട് വർദ്ധിച്ച് എൻ്റെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും വിശ്വാസത്തെ ശോധന ചെയ്യുന്ന രൂക്ഷമായ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ ദുഷ്ടനായ സാത്താൻ അഴിച്ചു വിട്ടാൽ നമ്മുടെ അവസ്ഥ എന്ത്? നമ്മൾ പാറിപ്പോകുമോ? നമ്മൾ പറന്നു പോകുമോ? അതോ ഈ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ എന്താണ്? ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരവസ്ഥയിലായിരിക്കുമോ നമ്മുടെ ക്രിസ്ത്യ ജീവിതം? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ പറയുന്ന ആ ഒരു അനുഭവം എന്താണ്? എഫേസ്യ ലേഖനം 1-ന്റെ 20 മുതൽ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാം സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സഭയിൽ ഈ നിറവുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരാത്മീകമായ നിറവ് പ്രാപിക്കാൻ നമുക്ക് കഴിയും. ഒരാത്മീകമായ വിലയേറിയ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിലേക്ക് നടത്തപ്പെടാൻ സഭ കൊണ്ട് കഴിയണം. ഇന്ന് സഭ അതിന് പര്യാപ്തമല്ല. സഭ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുക. വിശ്വാസികൾക്ക് സമയം കളയാൻ വേണ്ടി ഒരു പ്രസ്ഥാനമായി അധപ്പതിച്ചു എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭ കുഴിച്ചിടാനും കല്യാണം നടത്താനും ലോകത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ സഭകളെന്ന് പലരും വിലപിച്ചു കൊണ്ടിരിക്കുക. ഞാനതിന് ഓശാന പാടുന്ന ആളാണ്. ഞാനും അങ്ങനെ തന്നെ വിലപിക്കുക. വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നില്ല. അവർ ആത്മീകരായി മാറുന്നില്ല.
അവർ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നില്ല. പാറ്റുമ്പോൾ പാറിപ്പോകാതിരിക്കുവാൻ, പറന്നു പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന അനുഭവത്തിലേക്ക് വരാതിരിക്കാൻ വിശ്വാസികളെ വചനം കൊണ്ട് പോഷിപ്പിക്കുന്നില്ല, വചനം കൊണ്ട് പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. വചനം പഠിപ്പിച്ചവരെ പ്രാപ്തന്മാരാക്കുന്നില്ല, അവരെ കരുത്തന്മാരാക്കുന്നില്ല, അവരെ ശക്തന്മാരാക്കുന്നില്ല. ബലഹീന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക.